ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് നേരം ലിഫ്റ്റ് മാനോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് കേൾക്കാം. ചേട്ടാ, 5ാമത്തെ ഫ്ലോറിൽ പോകണം. ചേട്ടാ എന്നുള്ളതിന് ബായ് എന്ന് പറയാം, ബയ്യ എന്ന് പറയാം കേട്ടോ. ബയ്യ അല്ലെങ്കിൽ ബായ്. 5വീ മഞ്ചിൽ പർ ജാന ഹെ. 5വീ എന്ന് പറഞ്ഞാൽ 5ാമത്തെ, ഫ്ലോർ എന്ന് പറയാ മഞ്ചിൽ, പർ ജാന ഹെ അവിടെ പോകണം. 5വീ മഞ്ചിൽ പർ ജാന ഹെ, 5ാമത്തെ നിലയിൽ പോകണം. നില, ഫ്ലോർ, അതിനൊക്കെയാണ് മഞ്ചിൽ എന്ന് പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ 5ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 5വീ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഫ്ലോറിൽ 5വീ മഞ്ചിൽ പർ ജാന ഹെ, അവിടെ പോകണം. 5ാമത്തെ ഫ്ലോറിൽ പോകണം. മോളെ, ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ ലിഫ്റ്റ് മാൻ പറയാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല. അതെങ്ങനെയാ പറയാ? ബേട്ടി ഏ ലിഫ്റ്റ് കാം നഹീ കർത്തി. ലിഫ്റ്റ് മാൻ കുറച്ച് ഏജ്ഡ് ആളായിരിക്കും, ഈ പെണ്ണ് ചെറുതായിരിക്കും, അതുകൊണ്ടാണ് ബേട്ടി എന്ന് വിളിച്ചത്. ബേട്ടി, മോളെ, ഈ ലിഫ്റ്റ് കാം നഹീ കർത്തി, ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് ചീത്തയാണെന്ന്. ലിഫ്റ്റ് നിന്ന് പോയില്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മോശം പറ്റിയിട്ട്. അതാ അപ്പുറത്തുണ്ട്. എന്നാൽ ഇതല്ലാതെ വേറൊരു ലിഫ്റ്റും കൂടി ഉണ്ടാകാനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അപ്പുറത്തുണ്ട്. ഇതൊരു ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ചിത്തിയ വേറെ ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടാവും, കുറെ ലിഫ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അപ്പുറത്തൊരെണ്ണുണ്ട്. ദേക്കോ വഹാംപർ ഹെ. ദേക്കോ, നോക്കൂ, വഹാംപർ ഹെ. വഹാംപർ എന്ന് പറഞ്ഞാല് നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, അത് അവിടെ ഒരെണ്ണുണ്ട്. ദേക്കോ വഹാംപർ ഹെ. ചേച്ചി, എനിക്ക് 5ാമത്തെ നിലയിൽ പോകണം. അപ്പൊ ഈ ലിഫ്റ്റ് മാൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അടുത്ത ലിഫ്റ്റിലേക്ക് അവൾ പോവാണ്. അവിടെ ലിഫ്റ്റ് മാൻ ആയിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. മാനല്ല, ലിഫ്റ്റ് ലേഡി, അതൊരു സ്ത്രീ. അപ്പൊ അവരെ വിളിക്കുന്നതാണ് ചേച്ചി, എനിക്ക് 5ാമത്തെ നിലയിൽ പോകണം. ദീദി, മേ 5വീ മഞ്ചിൽ പർ ജാനാ ചാത്തി ഹൂ. ഞാൻ 5ാമത്തെ നിലയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെ പോകാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെ എനിക്ക് അവിടെ പോകണം. ഇതിനെല്ലാം ഇങ്ങനെ പറയാം. മേ 5വീ മഞ്ചിൽ പർ ജാനാ ചാത്തി ഹൂ. ആരെ കാണാനാ? കിസ്സേ മിൽനാ ഹെ. കിസ്സേ മിൽനാ ഹെ. അപ്പം ഷുവർ ആക്കാണ് ഇപ്പൊ 5ാമത്തെ നില തന്നെയാണ് പോകേണ്ടതെന്നുള്ള, അല്ലാതെ താഴെ പോയിട്ട് പറയാല്ല ഇവിടെയെല്ലാം താഴെ. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത് കിസ്സേ മിൽനാ ഹെ, ആരെ കാണാനാ? കാർഡിയോളജിസ്റ്റിനെ കാണാനാ? കാർഡിയോളജിസ്റ്റേ മിൽനാ ഹെ. കാർഡിയോളജിസ്റ്റേ മിൽനാ ഹെ. കാർഡിയോളജിസ്റ്റ് നിങ്ങൾക്കറിയാം, ഹാർട്ടിനെയൊക്കെ നോക്കുന്ന ഡോക്ടറാണ്, ഹാർട്ടിന് അസുഖം എന്നൊക്കെ നോക്കുന്നത്. കാർഡിയോളജിസ്റ്റേ മിൽനാ ഹെ, കാർഡിയോളജിസ്റ്റിനെ കാണാനാണ്. അപ്പൊ എന്തിനാ പോകുന്നത്? കാർഡിയോളജിസ്റ്റിനെ കാണാൻ. കാർഡിയോളജിസ്റ്റേ മിൽനാ ഹെ. ഡോക്ടർ സേ മിൽനാ ഹെ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഡോക്ടർ സേ മിൽനാ ഹെ. അപ്പൊ ഡോക്ടറിന് പലതരം ഉണ്ടാവുമല്ലോ. കാർഡിയോളജിസ്റ്റ് 3ാമത്തെ ഫ്ലോറിലാണല്ലോ. അപ്പൊ ഇവള് 5ാമത്തെ നിലയിൽ പോകാനല്ല ആദ്യം പറഞ്ഞ. അപ്പം ലിഫ്റ്റിലുള്ള സ്ത്രീ പറയാണ് കാർഡിയോളജിസ്റ്റ് 3ാമത്തെ നിലയിലാണ്. കാർഡിയോളജിസ്റ്റ് തീസര മഞ്ചിൽ പർ ഹെ. തീസര എന്ന് പറഞ്ഞാൽ 3ാമത്തെ. ഓക്കെ, തീൻ എന്ന് പറഞ്ഞാൽ 3, തീസര 3ാമത്തെ. അപ്പം 5വീ എന്ന് പറഞ്ഞാൽ 5ാമത്തെ, തീസര എന്ന് പറഞ്ഞാൽ 3ാമത്തെ. അങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ. അത് അക്കുമായിട്ട് കുറച്ച് സാമ്യം ഉണ്ടാവും. തീസര മഞ്ചിൽ പർ 3ാമത്തെ ഫ്ലോറിലാണ്. എങ്കിൽ 3ാമത്തെ ഫ്ലോറിൽ ഇറക്കിയാൽ മതി. ഐസേ ഹേ തോ തീസരി മഞ്ചിൽ പർ ഉതാർ ദീജിയെ. അങ്ങനെയാണെങ്കിൽ എന്നെ 3ാമത്തെ നിലയിൽ ഇറക്കിക്കോളൂ. മീൻസ് അവർക്കറിയാതെ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൗട്ട് വെച്ചിട്ട് പറഞ്ഞായിരിക്കും 5ാമത്തെ നിലയിൽ. ഇപ്പം കൺഫേം ആയി അവിടെ അല്ല എന്നുള്ളത്. കാരണം ലിഫ്റ്റിലുള്ളവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്നെ 3ാമത്തേതിൽ ഇറക്കിക്കോളൂ. ഐസേ ഹേ തോ തീസരെ മഞ്ചിൽ പർ ഉതാർ ദീജിയെ. ഇന്ന് സാറിന്റെ OP ഇല്ല. ആജ് ഡോക്ടർ കാ OP നെയ്യ്. സാർ എന്ന് പറയുന്നത് ഡോക്ടറാണ്. ആജ് ഡോക്ടർ കാ OP നെയ്യ്. OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നില്ല. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ആജ് ഡോക്ടർ കാ OP നെയ്യ്. ഇന്ന് സാറിന്റെ OP ഇല്ല. സാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടർ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ആജ് ഡോക്ടർ കാ OP നെയ്യ് എന്നും പറയാം, ആജ് സർ കാ OP നെയ്യ്, എങ്ങനെയാലും പറയാം. OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ്. ഇന്ന് ബുധനാഴ്ചയല്ലേ? ആജ് ബുധവാർ ഹേന. അവളൊന്നുകൂടി കൺഫേം ചെയ്യാണ് ആ സ്ത്രീ. പറഞ്ഞെങ്കിലും ബുധനാഴ്ച തന്നെയല്ലേ എന്നുള്ളത്. ആജ് ബുധവാർ ഹേന. ഹേന എന്ന് പറഞ്ഞാൽ അല്ലേ. ആജ് ബുധവാർ ഹേന, ഇന്ന് ബുധനാഴ്ചയല്ലേ. ഇന്ന് ഞായറാഴ്ചയല്ലെന്ന് എങ്ങനെയാ ചോദിക്കുക? ആജ് രവിവാർ ഹേന. അപ്പൊ ആഴ്ചയുടെ പേര് മാത്രം മാറ്റി നിങ്ങൾക്ക് ഇതിന് കുറെ ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് സർജറി ഉള്ള ദിവസമാണ്. ആജ് സർജറി ദിവസമാണ്. ആജ് സർജറി ദിവസേ. ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം. സർജറി ഡേ എന്നും പറയട്ടോ. ആജ് സർജറി ഡേ ഹെ, അല്ലെങ്കിൽ സർജറി ദിവസ് ഹെ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഉള്ള ദിവസമാണ് ഇന്ന്, ബുധനാഴ്ച. അതുകൊണ്ട് അവർ കൺഫേം ചെയ്തത് ബുധനാഴ്ചയാണെന്ന്. ബുധനാഴ്ച ഓപ്പറേഷൻ ഡേ ആയിരിക്കും.
റിപ്പോർട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞിരുന്നു. റിപ്പോർട്ട് ദിഖാനെ കെ ലിയെ ബോലാ താ. റിപ്പോർട്ട് ദിഖാനെ കെ ലിയെ ബോലാ താ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞിരുന്നു. റിപ്പോർട്ട് നിങ്ങൾ അറിയാലോ റിപ്പോർട്ട് എന്താണ്. ദിഖാനെ കെ ലിയെ കാണിക്കാൻ വേണ്ടി ബോലാത്ത പറഞ്ഞിരുന്നു. ബോലാത്ത അല്ലെങ്കിൽ കഹാത്ത അങ്ങനെയും പറയാം. കഹാത്ത ബോലാത്ത അതൊക്കെ ഇവിടെ സെയിം മീനിങ് ആണ്. റിപ്പോർട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞിരുന്നു. എങ്ങനെയായാലും സംസാരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഷീട്ട് നോക്കട്ടെ. അപ്പൊ അവര് ഒന്നും കൂടി ഷ്യൂറിറ്റി വരുത്താനാണ് ഷീട്ട് നോക്കട്ടെ. പർച്ചി ദിക്കാവോ. ഷീട്ടിന് പറയാ പർച്ചി എന്നാണ് കേട്ടോ. പർച്ചി ദിക്കാവോ. ഇനിയിപ്പോ എന്ത് ചെയ്യോ. അബ് ക്യാ കരേ. ഇന്ന് OP അല്ല. അപ്പൊ എന്താ ചെയ്യാ. അവിടെ വരെ വന്നു. അബ് ക്യാ കരേ. അബ് എന്നാ ഇപ്പോ ക്യാ കരേ എന്ത് ചെയ്യേ. ഇനിയിപ്പോ എന്ത് ചെയ്യും. അബ് ക്യാ കരേ. അബ് ക്യാ കരേ. ഈസി സെന്റൻസ് ആണ്. മാക്സിമം സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ പയറ്റി പഠിക്കാം കേട്ടോ. പറഞ്ഞ് പഠിക്കാം. വേണ്ടിടത്തൊക്കെ യൂസ് ചെയ്യാം. തെറ്റിയാലും കുഴപ്പമില്ല. സംസാരിക്കാൻ ശ്രമിക്കണം. വേണ്ടപ്പെട്ടവരുടെ മുന്നിലൊക്കെ സംസാരിക്കുക. ആരും വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നിട്ട് സംസാരിച്ച് എന്തായാലും സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ ഈ വീഡിയോ കാണുക. ദൂരെ നിന്നാണ് വരുന്നത്. ദൂർസെ ആയി ഹോ. അപ്പൊ പെണ്ണ് പറയാ ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരിക. ദൂർസെ ആയി. ദൂരത്തിന് ദൂർ തന്നെയാണ് ഹിന്ദിയിൽ പറയട്ടോ. ദൂർസെ ആയി ഹോ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഭയങ്കര കഷ്ടമല്ല. ഇത്രയും ദൂരം വന്നിട്ട് ഒരു ദിവസം ലീവൊക്കെ എടുത്തിട്ടായിരിക്കും വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് അറിയുന്നത് OP ഇല്ലാന്ന്. അപ്പൊ ചിലപ്പോൾ OP ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാകും. വായിച്ചത് തെറ്റിയായിരിക്കാം. ഓർക്കാതെ വന്നായിരിക്കാം. ഏതായാലും വന്നില്ലേ. റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ് ലിഫ്റ്റിലുണ്ടായിരുന്ന വൈസേബി തുമാകെ തോ വിഭാഗമേ ഇന്ദസാർ കരേ. വിഭാഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടാണ് കേട്ടോ. വൈസേബി തുമാകെ എന്തായാലും നീ വന്നില്ലേ. വൈസേബി തുമാകെ എന്തായാലും നീ വന്നില്ലേ. തോ വിഭാഗമേ ഇന്ദസാർ കരേ. ഡിപ്പാർട്ട്മെന്റിൽ ഇന്ദസാർ കർന വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ പറയാ ഇന്ദസാർ കരേ. പ്രതീക്ഷിച്ചിരിക്കുക. ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയാൽ ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. ഇടയ്ക്കിന് ബീച്ചുമേ ബ്രേക്ക് കിട്ടിയാൽ ബ്രേക്ക് മിൽ ഗയാ തോ ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. വിഭാഗമേ ആത്തെ ഹെ. ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഡോക്ടർമാർ വരും. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെൻഡിങ് വർക്ക് ചെയ്യാനൊക്കെ വരും. അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി. ഉദർക്ക സ്റ്റാഫ് കോ ബതാവോ. ഉദർക്ക എന്നാൽ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ. അവരോട് പറയാൻ ഈ റിപ്പോർട്ട് കാണിക്കാനേ ഉള്ളൂ. ഇടയ്ക്കിപ്പം ഡോക്ടർ വരികയാണെങ്കിൽ അവർക്ക് കാണിക്കാൻ പറ്റും. സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കാണാം കേട്ടോ. പോസ് ചെയ്ത് കാണാം. ഓക്കെ ചേച്ചി വളരെ നന്ദി. ടീക്കെ ദീദി ബഹു ധന്യവാദം. ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തോണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ എന്താ ഇത് ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ഒന്നുമില്ല നീ പൊക്കോന്ന് പറയും. ചില നല്ല ആൾക്കാരാണെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ടീക്കെ ദീദി ബഹു ധന്യവാദം. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടോ. യഹാ ക്യാൻറ്റീൻ ഹേ ക്യാ. യഹാ ക്യാൻറ്റീൻ ഹേ ക്യാ. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടോ. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടോ. യഹാ ക്യാ ഹേ മീൻസ് ക്യാൻറ്റീൻ ഹേ ക്യാ. ക്യാൻറ്റീൻ ഹേ ക്യാ അല്ലെങ്കിൽ ക്യാ യഹാ ക്യാൻറ്റീൻ ഹേ. ആ ക്യാ എടുത്ത് ഇപ്പുറത്തിട്ടാലും സെയിം ആണ്. ക്യാൻറ്റീൻ ഉണ്ട് താഴെയാണ്. ക്യാൻറ്റീൻ നീച്ചേ ഹേ. ക്യാൻറ്റീൻ നീച്ചേ ഹേ. നീച്ചേ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പൊ മുകളിൽ നിന്ന് എന്താ പറയാ ഊപ്പർ. ഊപ്പർ നീച്ചേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും. ക്യാൻറ്റീൻ നീച്ചേ ഹേ. ക്യാൻറ്റീൻ താഴെ ഉണ്ട്. ഇപ്പം സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടില്ല. ലിഫ്റ്റ് ലേഡിയോട് സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് ഇത്രയും അറിയാൻ പറ്റിയത്. എന്തായാലും സ്റ്റാഫിനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. ഫിർ ഭി സ്റ്റാഫ് കോ ഏക് ബാർ ശക്കൽ ദിഖാക്കർ ആ ജാവോ. എന്തായാലും ഇവിടെ വന്നില്ലേ. അപ്പൊ സ്റ്റാഫിന് ഒരു പ്രാവശ്യം മുഖം കാണിച്ചു പോരും. അപ്പൊ ഒരു മനസ്സിലുണ്ടാവും ഇങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണിയുണ്ടെന്നുള്ള. അപ്പൊ ഡോക്ടർ വരുമ്പോ അവര് ഓർമ്മിച്ച് കാണിക്കും. ശക്കൽ ദിഖാന എന്ന് പറഞ്ഞാൽ ശക്കൽ എന്ന് പറഞ്ഞാൽ ഫേസ് ആട്ടോ, മുഖം. ഒറ്റയ്ക്കാണോ വന്നത്. അക്കേലി ആയിയേ. അക്കേലി ആയി ഹേ. ഒറ്റയ്ക്കാണോ വന്നത്. അകേലി എന്ന് പറഞ്ഞ ഒറ്റയ്ക്കാണോ വന്നത്. അകേലി ആയി. അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒറ്റയ്ക്കാണോ നീ വന്നത്. നോർമലി ഒരു പെൺകുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും. പെൺകുട്ടി തന്നെയല്ല ആരെങ്കിലും ഒരാളൊക്കെ ലിഫ്റ്റ് കയറിയിട്ട് ഇങ്ങനെ പേഷ്യന്റിനെ സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ അകേലി ആയി ഒറ്റയ്ക്കാണോ വന്നത്. എന്താ ചെയ്യുന്നത്. അപ്പം കുട്ടിയുടെ കുശലാന്വേഷണമാണ് അടുത്തത്. എന്താ ചെയ്യുന്നത്. ക്യാ കർത്തേ. നമ്മൾ സംസാരിച്ച ലേശം ഒരു പരിചയം നോക്കും കാണുമ്പോൾ നമ്മൾ തോന്നുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ക്യാ കർത്തേ നീ എന്താ ചെയ്യുന്നത്.
ശരിക്കൊരു ഫ്രണ്ട്ലി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്റ്റുഡൻ്റ് ആണ്. മേ സ്റ്റുഡൻറ്റ് ഹും. മേ സ്റ്റുഡൻറ്റ് ഹും. ഞാൻ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം അവൾ പഠിക്കുകയായിരിക്കും. മേ സ്റ്റുഡൻറ്റ് ഹും. മേ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ താഴോട്ട് പോകട്ടെ. ക്യാ മേ നീച്ചെ ജാവോ. അപ്പം മൂന്നാമത്തെ നിലയിൽ ഇറക്കി. ലിഫ്റ്റ് അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ, താഴെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചോദിക്കുക ഞാൻ താഴെ പോയിക്കോട്ടെ. ക്യാ മേ നീച്ചെ ജാവും. ക്യാ മേ നീച്ചെ ജാവും. ഞാൻ താഴോട്ട് പോയിക്കോട്ടെ. ക്യാ മേ നീച്ചെ ജാവും. ഞാൻ താഴോട്ട് പോയിക്കോട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.